ഫ്രോക്കിലും കുർത്തിയിലും എല്ലാം ഇൻവിസിബിൾ സിപ്പർ നമ്മുടെ സാധാരണ മെഷീനിലും നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ബാക്ക് പാർട്ടിൽ നെക്ക് കട്ട് ചെയ്ത് ഫ്രണ്ട് പാർട്ടിനേക്കാളും 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ സീം അലവൻസ് ഇട്ട് സിബ് അറ്റാച്ച് ചെയ്യേണ്ട പോർഷൻ രണ്ടായിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം സെൻറ്റർ പോർഷൻസ് ഇതേപോലെ ചേർത്ത് വെച്ച്, ഞാനിപ്പോൾ ഇവിടെ 1/4 ഇഞ്ച് സീം അലവൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഇനി അതിലൂടെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സിബ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്ലോത്തിൻ്റെ റോങ് സൈഡും സിബിൻ്റെ റൈറ്റ് സൈഡും ചേർത്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം നെക്കിൻ്റെ ലെവൽ മാറിപ്പോവാതിരിക്കാൻ സിബ് ഇതുപോലെ ഓപ്പൺ ആക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ട ഭാഗത്ത് മാർക്ക് ചെയ്യാം. ഇത് നെക്ക് കയറിയോ ഇറങ്ങിയും പോവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഇതുപോലെ ഒരേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പേൾ പിൻ ഉപയോഗിച്ച് ഇങ്ങനെ കുത്തി വെച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അത് മാറിപ്പോവാതെ ചെയ്യാൻ പറ്റും. രണ്ട് പോർഷൻസും ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് ക്ലോത്തിൻ്റെ എൻഡും സിബിൻ്റെ എൻഡും തമ്മിൽ ജോയിൻ ചെയ്യാം. രണ്ട് സൈഡും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം സെൻറ്ററിൽ കൊടുത്ത ആ സ്റ്റിച്ച് അഴിച്ചെടുക്കണം. ഇപ്പോൾ രണ്ട് സൈഡും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തത് സിബിൻ്റെ സൈഡും ക്ലോത്തിൻ്റെ സൈഡുമാണ്. ഇനി സിബ് ക്ലോത്തിലേക്ക് ഇതുപോലെ ചേർത്ത് വെച്ച് സിബിനോട് ചേർത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കണം. എത്രത്തോളം ചേർത്ത് വെക്കാൻ പറ്റുമോ അത്രയും ചേർത്ത് വെച്ചായിരിക്കണം സ്റ്റിച്ച് കൊടുക്കേണ്ടത്. ലോക്ക് ചെയ്ത് തുടങ്ങാം. എത്രയും ചേർത്ത് വയ്ക്കുന്ന അത്രയും സിബ് ഇൻവിസിബിൾ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഒട്ടും വിസിബിൾ അല്ലാത്ത രീതിയിൽ സിബ് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്യാം.